ഇമാജിൻ 2046 കൊച്ചി നിയോ കൊച്ചി ആകുന്നു. ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി, ടെക്നോളജിയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡ്. സോ ഈ ഒരു വേൾഡിൽ മാർക്കറ്റിൽ നമുക്ക് മെമ്മറീസ് വിൽക്കാനും വാങ്ങാനും പറ്റും. സോ അത്തരത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ നടക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രേസി ബട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് മസ്തിഷ്ക മരണം. സോ ഗൈസ്, വെൽക്കം ബാക്ക്. കൃഷാന്തിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മസ്തിഷ്ക മരണം ഞാൻ ഇന്ന് തിയേറ്ററിൽ കണ്ടു. സോ സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു സിനിമ റിലീസായിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ച ആയി. സോ അതുകൊണ്ട് തന്നെ ആളൊക്കെ കുറവായിരുന്നു. സോ ഈ ഒരു സിനിമയുടെ കഥ പ്രധാനമായിട്ടും നടക്കുന്ന 2046 ഒരു ഫ്യൂച്ചർ ഡിസ്റ്റോപ്പിയൻ സൈഫൈ വേൾഡിലാണ്. സോ സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ നമ്മൾ ആ ഒരു വേൾഡിൽ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ഒരു രീതിയിലാണ് അവർ ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സിനിമയിൽ നമ്മളെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബിമൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെയാണ്. സോ പുള്ളിയിലൂടെയാണ് ഈ ഒരു സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. സോ പുള്ളിക്ക് ലൈഫിൽ ഒരു ട്രാജിക് ആയിട്ടുള്ള ഇവന്റ് നടന്നിട്ടുണ്ട്. സോ പുള്ളി അതിന്റെ ഒരു ട്രോമയും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. സോ ഇതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് പുള്ളി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ VR യൂസ് ചെയ്ത് പലതരത്തിലുള്ള മെമ്മറി ഗെയിംസും കാര്യങ്ങളെ കളിക്കുന്നുണ്ട്. മെമ്മറി ഗെയിംസ് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ, അതല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ മെമ്മറിയിലുള്ള ഇവന്റ്സിൽ നമുക്ക് പോയി ഗെയിം കളിക്കാൻ പറ്റും. ഇതിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വരെ നമുക്ക് ഉണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ഗെയിം പുള്ളി കളിക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന കഥ. സോ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്ന് ഈ ഒരു സിനിമയുടെ ടോൺ തന്നെയാണ്. ഒരു നിയർ ഡിസ്റ്റോപ്പിയൻ സൈഫൈ വേൾഡിലാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ അത്തരത്തിലുള്ള ഒരു വേൾഡിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ, മീഡിയ എത്തിക്സ്, മെന്റൽ ഹെൽത്ത്, അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ ഹ്യൂമറിലൂടെ വളരെ നന്നായിട്ടാണ് സംവിധായകൻ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പല സീനുകൾ കാണുമ്പോഴും നമുക്ക് പഴയ പ്രിയദർശൻ സിനിമകളിലെ കോമഡികൾ ഒരു ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്ത ഒരു ഫീല് കിട്ടും. കുറെ നല്ല കോമഡിയുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. സോ അതിന്റെ ആ ഒരു എക്സിക്യൂഷനിൽ സംവിധായകൻ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ഓവറോൾ ആയിട്ടുള്ള ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ്, ഇതിന്റെ എഡിറ്റിങ്, ഈ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഇതിന്റെ എഡിറ്റിങ് കിടിലാണ്. നമുക്കറിയാം കൃഷാന്തിന്റെ സിനിമകൾക്ക് ഒരു എഡിറ്റിംഗ് സ്റ്റൈലുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റൈൽ തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലും കാണാം. പക്ഷെ ഇതിന്റെ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ, ഈ ഗ്ലിച്ചൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ എഫക്ട്സും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആണ്. നമുക്ക് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് ഇതിന്റെ ആ ഒരു ആർട്ട് വർക്ക്, ആ ഒരു വേൾഡ്, ആ ഒരു സൈഫൈ വേൾഡ് സെറ്റ് ചെയ്യുന്നതിൽ ഇതിന്റെ ആർട്ട് ടീം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ VFX ടീം, പിന്നെ ഇതിന്റെ സൗണ്ട്. എനിക്കിതിന്റെ മ്യൂസിക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായി, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന മ്യൂസിക് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇതിന്റെ ബാക്കി ടെക്നിക്കൽ സൈഡ് ഫുള്ള് കിടിലനായിരുന്നു. ആ ഒരു വേൾഡ് നന്നായിട്ട് നമുക്ക് വർക്കായി. പിന്നെ ഇതിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നീരജ് മണിയമ്പിള്ള രാജു, സോ പുള്ളിയാണ് ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. വളരെ ഡീസെന്റ് ആയിട്ട് തന്നെയാണ് പുള്ളി ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് രജീഷ വിജയന്റെയാണ്. ഫ്രീഡ സോമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, കിഡിലൻ ക്യാരക്ടർ, കിഡിലൻ പെർഫോമൻസ്. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ചില സമയത്ത് ഫണ്ണി ആയിട്ട് തോന്നും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ ടെറർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. രജീഷ വിജയന്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ജഗദീഷ് ഉണ്ട്, സുരേഷ് കൃഷ്ണയുണ്ട്, വിഷ്ണു അഗസ്ത്യ ഉണ്ട്, ദിവ്യ പ്രഭയുണ്ട്. ഇവരെല്ലാവരും ഒരു കോമഡി കലർന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സറ്റയർ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല കിടിലനായിട്ടാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ മെയിൻ ക്യാരക്ടേഴ്സിന് നല്ല രീതിയിൽ ഇവർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കിടിലനായിരുന്നു ഇതിന്റെ കാസ്റ്റിന്. പിന്നെയും വേറെയും പല ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അവരും എല്ലാം ഓവറോൾ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിലെ എനിക്ക് ഒരു നെഗറ്റീവ് എന്നല്ല, സിനിമയുടെ പല ഭാഗങ്ങളിലും കുറെ കാര്യങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. സോ ചില സമയങ്ങളിൽ സിനിമയുടെ നറേറ്റീവ് ഭയങ്കര കെയോട്ടിക് ആകുന്ന പോലെ തോന്നി. സോ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമ ഒരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തന്നത്. എനിക്ക് ആ ഒരു വേൾഡിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഗഗനചാരി പോലത്തെ ഒക്കെ ഒരു സൈഫൈ സിനിമ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഈ ഒരു സിനിമ. സോ ഈ ഒരു സിനിമയെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ പറ്റുന്നവരെല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. സോ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൃഷാന്തിന്റെ സിനിമകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും
ആ ഒരു പാറ്റേൺ ഓഫ് എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടിരിക്കണം. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.